നല്ല സിനിമയാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല. പിന്നെ കുറച്ച് സാധാരണ നമ്മുടെ തെലുങ്ക് സിനിമയിലെ കാണുന്നതിനെക്കാട്ടിയും കുറച്ച് റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. സാധാരണ നമ്മൾ തെലുങ്കിലൊക്കെ കാണുമ്പോൾ നായകൻ ഇങ്ങനെ ആകാശത്തൂടെ പറക്കും, ജീപ്പിൽ പറക്കും, പിന്നെ 100 വെടിയുടെ ഏറ്റാലും മരിക്കാത്ത നായകൻ, അയാൾ മരിക്കില്ല എന്ന വില്ലൻ ഒരു വെട്ടുകൊണ്ട് പറഞ്ഞ് ചാവും. പക്ഷേ ഇതൊന്നും ആയില്ല, അങ്ങനെയൊന്നുമില്ല. സംഭവ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ വിജയുടെ നല്ല പെർഫോമൻസ്, എല്ലാ സിനിമയിലും നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലും അതുപോലെ പെർഫോമൻസ് ഉണ്ട് പുള്ളിയുടെ. പിന്നെ നമ്മുടെ ഡെങ്കിയുടെ ഒരു നെഗറ്റീവ് റോള്, പുള്ളി നെഗറ്റീവ് റോളിലാണ് കുറച്ചുകൂടെ ആപ്റ്റ് തോന്നുന്നത്. മലയാളിലെ ചോപ്പയിലെ ഹീറോ വേഷത്തിൻ്റെ കാര്യം പുള്ളി നെഗറ്റീവ് റോളിൽ നന്നായിട്ട് തുടങ്ങുന്നതാണ്. നമ്മുടെ മലയാളികളുടെ തിരുവനന്തപുരത്തിൻ്റെ വെങ്കടേശൻ, പുള്ളി നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ അനിരുദ്ധ് മ്യൂസിക്കൽ എന്നൊക്കെ പറഞ്ഞാലും പാട്ടിന് ഇതിൽ യാതൊരു പ്രാധാന്യമില്ല. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിനും വലിയ പ്രാധാന്യമില്ല. പിന്നെ ജോമോൻ്റെയും ഗിരീഷിൻ്റെയും സിനിമ നന്നായിട്ട് ചെയ്യും. ഒരു മെലോ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുറച്ച് നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ബോറിംഗ് എന്ന് പറയാം. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഒരു ലാഗ് ഫീൽ ചെയ്യും, പക്ഷെ കുഴപ്പമില്ലാത്ത നല്ലൊരു മൂവിയാണ്. എങ്ങനെയുണ്ടോ വിജയ് ദേവരകൊണ്ടയുടെ കംബാക്ക്? ഇത് തന്നെയാണ് പെർഫെക്റ്റ് കംബാക്ക്. കപ്പില്ല കടന്ന് RCBക്കും അതുപോലെ എല്ലാവർക്കും ഒരു തിരിച്ചുവരവിന് പറ്റിയ വർഷമാണെന്ന് തോന്നുന്നു 2025. വിജയ് ദേവരകൊണ്ട ഒരു രക്ഷയില്ല, വേറെ ലെവല്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് ജസ്റ്റ് ഡൗൺ ആയിട്ട് ഇങ്ങനെ പോണെങ്കിൽ പോലും. പക്ഷേ അനിരുദ്ധിൻ്റെ ബീജം കൊണ്ടിടും, എവിടെ ഡൗൺ ആകുമ്പോൾ അവിടെ കയറ്റണമെന്ന് അനിരുദ്ധി അറിയാം. ആ റേഞ്ചിൽ അനിരുദ്ധ് ചെയ്തിട്ടുണ്ട്. വെങ്കിയെ തന്നെ എടുത്ത് പറയാനുള്ളത് ഒരു തിയേറ്റർ വാച്ചിനെ പറ്റിയ പടം തന്നെയാണ്. ഓക്കെ, അല്ല പിന്നെ മൊത്തം തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തിയേറ്റർ വാച്ചിനെ പറ്റുള്ളൂ. കാരണം OTTയിലേക്ക് വന്നതിന് നമുക്ക് ഇവിടെ ഇഷ്ടപ്പെടുക അതായത് വളരെ കുറവാണ്. ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടും, സെക്കൻഡ് ഹാഫ് ഒരുപാട് നേരിട്ട് അറിയും. കാരണം റെട്രോ പോലത്തെ ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ റേഞ്ചിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കത്തിയെങ്കിൽ. കാരണം ഇത് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇത് വിജയ് കൊണ്ട് ഒരു രക്ഷയില്ല, പടം സൂപ്പറാണ്. അനിരുദ്ധ് എങ്ങനെയുണ്ട്? അനിരുദ്ധാണ് കാരണം ആക്ടിങ് എന്നതുള്ള അറിഞ്ഞോടാ വിജയ് വെച്ചൊക്കെ അനിരുദ്ധ് പടം ചെയ്ത് കത്തിക്കുന്നുണ്ട്. ആ അനിരുദ്ധിന് ഇതുപോലത്തെ നടനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ലെവലിൽ BGM സ്കോർ ചെയ്യണമെന്ന് അനിരുദ്ധിന് അറിയാം. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെയാണ് പടത്തിലെ സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് തന്നെ ഇഷ്ടപ്പെട്ടു, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നല്ല. നമ്മൾ എവിടേക്ക് കണ്ടുപോകുന്ന സംഭവങ്ങളും ഓവറായി സെൻറ്റിമെൻറ്റ്സ് ഇവർ കയറ്റാൻ നോക്കി. അതാണ് മെയിൻ മറ്റേ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇതിനകത്ത് പോസിറ്റീവായിട്ടാണെങ്കിൽ മേക്കിംഗ് നല്ല ഫസ്റ്റ് ഹാഫിൽ ബോട്ട് ചേസും ഫൈറ്റ് സീക്വൻസ് എല്ലാം നല്ല ഒറിജിനാലിറ്റി നല്ല ബുമ്മൊക്കെ ഉണ്ട്. പക്ഷേ ഓവറായിട്ട് സെൻറ്റിമെൻറ്റ്സ് സെറ്റാണ് ഏറ്റവും വലിയ പ്രശ്നമായപ്പോയത്. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് കൺവിൻസ് ആവുന്നില്ല കുറേ സംഭവങ്ങളൊന്നും. വെച്ചാൽ ഇനി BGMനെ പറ്റി പറയുകയാണെങ്കിൽ ആ എലഹേ ആ BGM മാത്രമേ ഉള്ളൂ ഇതിൽ, വേറൊരു BGM ഇല്ലാനും. അതുമല്ല എപ്പോഴും എന്ന് വെച്ചാൽ വിജയ് ദേവരുടെ സ്ലോ മോഷൻ ആയാലും ഫൈറ്റിംഗ് ആയാലും എപ്പോഴായാലും ഈ BGM അവർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക, വേറൊരു BGM ഇല്ല. ഞാൻ വിചാരിച്ച് വേറെ എന്തൊക്കെ BGM കാണുമെന്ന്. ഈ പലരും പറയുന്നു റെട്രോ ഒക്കെ ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. സെക്കൻഡ് ഹാഫ് റെട്രോ തന്നെ സംഭവം, സെയിം സാധനം തന്നെ. ഒരു റെട്രോയ്ക്ക് മുമ്പ് ഇത് ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഹിറ്റായാണ്. ഇത് റെട്രോയുടെ ഇറങ്ങിയിട്ട് ആ ഒരു മൈൻഡ് സെറ്റോടെ ആൾക്കാർ ഉണ്ടായതുകൊണ്ട് ഇത് ഹിറ്റാൻ ചാൻസ് എനിക്ക് അറിയത്തില്ല. പക്ഷേ വിജയ് ദേവരുടെ അവരെടുത്ത എഫോർട്ടും അതെല്ലാം നല്ല രസമുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ആണ് ഏറ്റവും നല്ല. ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. കുറച്ച് ട്രിം ചെയ്തായിരുന്നെങ്കിലും ഇമോഷൻസ് കുറച്ചിരുന്നെങ്കിലും ആൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടേനെ. മലയാളി താരം വെങ്കടേഷ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. പുള്ളിക്കാരൻ കൊടുത്ത റോളും നല്ല ആപ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ മെയിൻ വില്ലർ റോൾ തന്നെ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ആപ്റ്റായിട്ട് നമുക്ക് വൃത്തിയുടെ വന്ന രീതി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് തെലുങ്ക് പടം എന്ന് പറയുന്ന കുറേ ബിഗ് ഗിമ്മിക്സ് ഉണ്ടാവും. ആ ഗിമ്മിക്സ് ഇതിനകത്തില്ല. പക്ഷെ എന്നിരുന്നാലും ആ സെക്കൻഡ് ഹാഫിൽ ആ ഇമോഷൻ സീൻസ് അങ്ങ് മലയാളികളെ പ്രശ്നമാണെന്ന് അറിയത്തില്ല, അല്ല എൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് കണക്റ്റ് ആവുന്നില്ല.